എല്ലാ മാന്യരായ പ്രിയപ്പെട്ടവരെയും യേശു കർത്താവ് അനുഗ്രഹിക്കട്ടെ. തുടർമാനമായി ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും വിശ്വാസത്തിൽ വളർന്ന് ഫലമുള്ളവരായി തീരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ പ്രാർത്ഥന തുടങ്ങിയ സമയം മുതൽ മുടങ്ങാതെ പങ്കെടുക്കുന്ന പലരുടെയും ജീവിതത്തിൽ വന്ന മാറ്റങ്ങളെക്കുറിച്ച് നിങ്ങൾ ഇടയ്ക്ക് ഒരു ഓഡിയോ ഒക്കെ ഇടാറുണ്ട്. സന്തോഷം. നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ നിങ്ങളുടെ സാക്ഷ്യം ഞങ്ങൾക്ക് ഒരു ഓഡിയോ ആയിട്ട് ഇടാം. അത് ഇതിൽ പറയുന്നതിൽ പേര് സഹിതം പറയണമെങ്കിൽ പറയുന്നതിൽ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. അത് അനേകർക്ക് പ്രചോദനമാകട്ടെ. നിങ്ങൾക്കുണ്ടായ വിടുതലുകൾ, നിങ്ങൾക്ക് ഈ പ്രാർത്ഥനയിലൂടെ ഉണ്ടായ അനുഗ്രഹങ്ങൾ ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. വിശ്വാസത്തിൽ നിറഞ്ഞു നിൽക്കാൻ, വിശ്വാസത്തിൽ വളരാൻ വേണ്ട വചനങ്ങളാണ് ഓരോ പ്രഭാതത്തിലും ഞങ്ങൾ നിങ്ങൾക്ക് തരുന്നത്. വിശ്വാസത്താൽ എൻ്റെ നീതിമാൻ ജീവിക്കും എന്ന വചനം പോലെ നമുക്ക് ജീവിക്കണമെങ്കിൽ, നമ്മുടെ ശരീരത്തിന് ജീവിക്കണമെങ്കിൽ 3 നേരം നമ്മൾ ഭക്ഷണം കൊടുക്കാറുണ്ടല്ലേ? 3 അല്ല, അതിനേക്കാൾ കൂടുതൽ നമ്മൾ നമ്മുടെ ശരീരത്തെ ശ്രദ്ധിക്കാറുണ്ട്. നമ്മുടെ ശരീരത്തിൻ്റെ ജീവൻ നിലനിർത്താൻ ഇതുപോലെ നമ്മുടെ മനുഷ്യൻ, വിശ്വാസ മനുഷ്യനും ജീവൻ നിലനിർത്താൻ വചനം ആവശ്യമാണ്. അതിൻ്റെ ഒരു ചെറിയൊരു ഭാഗമാണ് എല്ലാ ദിവസവും പ്രഭാതത്തിൽ ഞങ്ങൾ നിങ്ങൾക്ക് തരുന്നത്. ഞങ്ങളെക്കൊണ്ട് ചെയ്യാൻ കഴിയുന്ന ഒരു ചെറിയൊരു ഭാഗം നിങ്ങളുടെ മനുഷ്യനെ ശക്തിയുള്ളതാക്കി മാറ്റുക. ഓരോ പ്രഭാതത്തിലും തുടങ്ങുമ്പോൾ ഒരു സ്റ്റാർട്ട്, ചിലയിടത്ത് ഭക്ഷണത്തിന് ഇരിക്കുമ്പോൾ ഒരു സ്റ്റാർട്ട് കൊണ്ടുവന്ന് വെക്കും. മെയിൻ കോഴ്സ് വരുന്നതിന് മുമ്പ് ചെറിയൊരു സ്റ്റാർട്ട്. അത് ചെറിയ ചിക്കനായിരിക്കും, എന്തെങ്കിലും ചിലപ്പോൾ സൂപ്പായിരിക്കും, എന്തെങ്കിലും ഒന്ന് കൊടുക്കുന്നത് പോലെ ഞങ്ങൾ നിങ്ങൾക്ക് തരുന്നത് ഒരു ചെറിയ തുടക്കം മാത്രമാണ്. അതുകൊണ്ടായില്ല അന്നത്തെ ദിവസം നിങ്ങൾ വേദപുസ്തകം വായിക്കണം, അന്നത്തെ ദിവസം ഓരോ ദിവസവും നിങ്ങൾ പ്രാർത്ഥിക്കണം, ഓരോ ദിവസവും നിങ്ങൾ ദൈവസന്നിധിയിൽ സമയം ചെലവഴിക്കണം. മനുഷ്യൻ വളരുന്നതിനനുസരിച്ച്, നമ്മുടെ വിശ്വാസം വളരുന്നതിനനുസരിച്ച് നമ്മുടെ മുൻപിലുള്ള പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യാൻ നമുക്ക് കഴിയും. അങ്ങനെ ഈ കാലഘട്ടത്തിൽ നമ്മൾ ഈ ലോകത്തിൽ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കാനിടയാകും. അതിനുള്ള ബലവും കൃപയും ദൈവം നമുക്ക് തരട്ടെ. ഈ പ്രാർത്ഥന പ്രൈസ് ജനറേഷൻ കൂട്ടായ്മ നിങ്ങൾക്ക് തരുന്നത്, ഇത് ആയിരക്കണക്കിന് വ്യക്തികൾക്ക് വിശ്വാസ ജീവിതത്തിൽ ബലപ്പെടാനും അനേകരെ ക്രിസ്തുവിലേക്ക് നയിക്കാൻ ശക്തരാകാനും വേണ്ടിയാണ്. അതുകൊണ്ട് നിങ്ങൾ ഫലം കായ്ക്കണം, നിറവുള്ളവരാകണം എന്ന് ആഗ്രഹിക്കുന്നു. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ചേർന്ന് പാടി നമുക്ക് യേശുവിനെ അല്പസമയം ആരാധിക്കാം. സുന്ദരനേ
ഒരു നിധി എന്ന വണ്ണം അങ്ങയുടെ എല്ലാം വിറ്റിട്ട് അങ്ങയുടെ മുഴുവൻ മഹത്വവും മാറ്റിവെച്ചിട്ട് ഞങ്ങളെ തേടി ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നതിനായി നന്ദി കർത്താവ്. ഞങ്ങളുടെ ഭാരങ്ങൾ അങ്ങ് ചുമക്കുന്നതിനായി നന്ദി. ലോകാവസാനം വരെ ഞങ്ങളുടെ കൂടെ ഇരിക്കാമെന്ന് അങ്ങ് പറഞ്ഞല്ലോ കർത്താവേ. നന്ദി കർത്താവേ. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് നമ്മുടെ ജീവിതത്തിൽ ദൈവം അനുവദിക്കുന്ന വേദനകളെ നാം അനുഗ്രഹമാക്കി മാറ്റുക. അതായത് നമ്മുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമെന്ന് പറഞ്ഞ് കടന്നു വരുന്ന എല്ലാ പ്രശ്നങ്ങളെയും നമ്മൾ എന്ത് ചെയ്യണം? അനുഗ്രഹമാക്കി മാറ്റുക. ഇത് ദൈവം നമുക്ക് വെച്ചിരിക്കുന്ന ഒരു പദ്ധതിയാണ്. വേദനകളിൽ നിന്ന് ഒളിച്ചോടാൻ കഴിയില്ല. വേദനകളെ നാം നേരിടുക തന്നെ ചെയ്യണം എന്ന് വേദപുസ്തകം യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിലൂടെയും അപ്പോസ്തോലിക ജീവിതത്തിലൂടെയും ഒക്കെ നമ്മെ പഠിപ്പിക്കുന്നു. ഇന്ന് നമ്മളൊരു വാക്യം വായിക്കുന്നത് റോമാലേഖനം 5:3 വാക്യം. അത് തന്നെയല്ല, കഷ്ടത സഹിഷ്ണുതയെയും സഹിഷ്ണുത സിദ്ധതയെയും സിദ്ധത പ്രത്യാശയെ ഉളവാക്കുന്നു. കഷ്ടത എന്തിനെ കൊണ്ടുവരുന്നു? സഹിഷ്ണുത. സഹിഷ്ണുത എന്ന് പറയുമ്പോൾ ഇയ്യോബിൻ്റെ സഹിഷ്ണുത നാം അറിയുന്നുവല്ലോ എന്ന് വേദപുസ്തകം പറയുന്നു. ഇയ്യോബ് സഹിച്ചതുപോലെ ആര് സഹിച്ചിട്ടുണ്ട്? ജോസഫ് സഹിച്ചതുപോലെ, ദാവീദ് സഹിച്ചതുപോലെ. അതായത് ദൈവത്തിന് വേണ്ടി നിന്ന എല്ലാവരും സഹിച്ചിട്ടുണ്ട്. എന്നാൽ യേശു കർത്താവ് വന്ന് സഹിച്ചതുപോലെ ഭൂമിയിൽ ആരും, മനുഷ്യരിൽ ആരും സഹിച്ചിട്ടില്ല. എല്ലാവരും അവരവരുടെ തെറ്റുകൾ നിമിത്തം സഹിച്ചതാണ്. യേശു തനിക്ക് വേണ്ടിയല്ല ഒന്ന് സഹിച്ചത്. നാം സഹിക്കുന്നതെല്ലാം നമ്മുടേതായ കാര്യങ്ങളാണ്. ഒന്നുകൂടി പറഞ്ഞാൽ, നാം വിതച്ചത് നാം കൊയ്യുന്നുണ്ടാകാം. മാത്രമല്ല, നമ്മൾ മനുഷ്യരായതുകൊണ്ട് ചിലതിലൂടെ കടന്ന് കൊള്ളാകുന്നവരാകണം. എന്നാൽ യേശു കൊള്ളാകുന്നവനാകേണ്ട ആവശ്യമില്ല. യേശു പൂർണ്ണ ദൈവമാണ്. എന്നാൽ നമുക്ക് വേണ്ടി ഒരു മാതൃക വെച്ചേച്ചു പോയി. പാപമൊഴികെ സകലത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനെന്ന് നമ്മൾ യേശുവിനെ കുറിച്ച് കാണുന്നു. അപ്പോൾ വേദപുസ്തകത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നൊരു സത്യം, വേദനകളെയെല്ലാം നാം അനുഗ്രഹമാക്കി മാറ്റുക. കഷ്ടതയെ സഹിഷ്ണുതയാക്കി മാറ്റുക. സഹിഷ്ണുത ഒരു അനുഗ്രഹമാണ്. സഹിക്കാനുള്ള കഴിവ് അതെങ്ങനെ ഉണ്ടാകുന്നത്? കഷ്ടതകളിലൂടെ കയറിയിറങ്ങി സഹിക്കാനുള്ള ഒരു കഴിവ് നമുക്കുണ്ടാകും. ഒരു ഓട്ടക്കാരൻ വലിയ ഓട്ടക്കാരനാകുമ്പോൾ 100 മീറ്റർ ഓട്ടം ഓടുന്ന ഉസൈൻ ബോൾട്ട്, അദ്ദേഹമാണ് ഏറ്റവും വേഗതയുടെ രാജാവ് എന്നറിയപ്പെടുന്നത്. ജമൈക്കക്കാരൻ 100 മീറ്റർ കൊണ്ട് അദ്ദേഹം സഹിക്കുന്ന വേദനകളാണ് അദ്ദേഹത്തെ ജയാളിയാക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഒപ്പം പലരും ഓടുമെങ്കിലും അദ്ദേഹം ഓടി 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 ഏറ്റവും വേഗതയിൽ അവിടെ എത്തുന്നതിനുള്ളിൽ അദ്ദേഹം അനുഭവിക്കുന്ന വേദനകൾ കുറച്ചൊന്നുമല്ല. അതെപ്പോഴും ഓടിയാലും ചിലരെന്ത് ചെയ്യും? ഓടും, കുറച്ച് കഴിയുമ്പോൾ സഹിക്കാൻ കഴിയാതെ ആവുമ്പോൾ അവർ വേഗത കുറക്കും.
ഏത് കളികളും അതാണ്. അത് ഫുട്ബോളാണെങ്കിലും ക്രിക്കറ്റ് ആണെങ്കിലും അവർ പരിശീലിക്കുമ്പോൾ സഹിക്കുന്ന വേദനകളാണ് അവരെ മികവുള്ളവരാക്കി മാറ്റുന്നത്. ഒരു ചാട്ടക്കാരൻ ചാടുമ്പോൾ സഹിക്കുന്ന വേദനകളുണ്ട്. ഏത് കായിക അഭ്യാസിയും സഹിക്കുന്നുണ്ട്. എന്തിൻ്റെ പുറകിലൊരു സഹനമുണ്ട്. എല്ലാം നല്ല കലകളുടെ പുറകിലൊരു സഹനമുണ്ട്. ഒരു കഥ പുറത്തു വരുവാൻ ഒരു കഥാകൃത്ത് എത്രയോ നാളുകൾ രാപകൽ ഉറങ്ങാതെ തൻ്റെ എല്ലാ കാര്യങ്ങളും മാറ്റിവെച്ചിരുന്നതാണ്. അതിനുശേഷമാണ് ഒരു കഥ പുറത്തു വരുന്നത്. ഒരു സിനിമ രംഗത്ത് വരുമ്പോൾ ആ സിനിമയുടെ ഓരോ ലൊക്കേഷനുകളും എടുക്കുവാൻ അവരനുഭവിക്കുന്ന എഫർട്ട്, കഷ്ടപ്പാടുകൾ പിന്നത്തേതിൽ അവരെ ഏറ്റവും വലിയ ശ്രേഷ്ഠരാക്കി മാറ്റാറുണ്ട് അല്ലേ? അപ്പോൾ ഏറ്റവും ചെലവ് ചെയ്യുന്ന സിനിമകൾ, ഏറ്റവും ചെലവ് ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഏറ്റവും മാന്യത ലഭിക്കാറുണ്ട്. അപ്പോൾ എല്ലാറ്റിനും ഒരു ചെലവുണ്ട്, ഒരു വില മുടക്കലുണ്ട്. അതിനെ പറയുന്നതാണ് സഹിക്കുക. അപ്പോൾ കഷ്ടത എല്ലാ കാര്യത്തിലുണ്ട്. ഈ ഭൂമിയിൽ ഏത് നേട്ടത്തിൻ്റെ പുറകിൽ വലിയ കഷ്ടതയുണ്ട്. ഒരു ഡോക്ടർ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ക്യൂ നിൽക്കുമ്പോൾ നമ്മൾ അദ്ദേഹത്തിൻ്റെ ബോർഡിലേക്ക് നോക്കാറുണ്ട്. അദ്ദേഹത്തിൻ്റെ ഡിഗ്രികൾ നമ്മൾ വായിക്കാറുണ്ട്. MBBS മാത്രം കണ്ടാൽ നമുക്ക് പോരാ. അദ്ദേഹം സഹിച്ചത് MBBS ആണ്. അടുത്തത് അദ്ദേഹം സ്പെഷ്യലൈസ് ചെയ്ത കോഴ്സുകൾ കണ്ണിലാണെങ്കിൽ, അദ്ദേഹം ഹൃദയത്തിലാണെങ്കിൽ അദ്ദേഹം എടുത്ത കോഴ്സുകൾ, പല രാജ്യത്ത് പോയി അദ്ദേഹം സഹിച്ചത്, ഉറക്കളിച്ചത്, കഠിനാധ്വാനം ചെയ്തത് അതവിടെ എഴുതി വച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോ കാര്യങ്ങളും അതാണ്. ഒരു കളക്ടറെ കാണുമ്പോൾ നമുക്കറിയാം അദ്ദേഹം ആരെക്കാൾ ഉപരി വലിയ പഠനങ്ങൾക്ക് വേണ്ടി ചെലവ് ചെയ്ത മനുഷ്യനാണ്. എല്ലാറ്റിൻ്റെയും പുറകിൽ ഒരു സഹനമുണ്ടല്ലേ? അപ്പോൾ അറിയണം, എല്ലാ നന്മകൾക്കും ശേഷം ഒരു അനുഗ്രഹമുണ്ട്. എല്ലാ തിന്മകൾക്കും ശേഷം ഒരനുഗ്രഹമുണ്ട്. എല്ലാ വേദനകൾക്ക് ശേഷം ഒരനുഗ്രഹമുണ്ട്. അപ്പോൾ ഒരു നന്മയ്ക്ക് മുമ്പ് ഒരു വേദന വരുമ്പോൾ അത് ദൈവം അനുവദിച്ചതാണെങ്കിൽ അതിനെ നമ്മൾ പാഴാക്കി കളയരുത്, അതിനെ അനുഗ്രഹമാക്കണം. എന്നാൽ പിശാച് കൊണ്ടുവരുന്ന തിന്മയെ നമ്മൾ അനുഭവിക്കാനുള്ളതല്ല. അതിനെ തിരിച്ചറിയാൻ വേദപുസ്തകവുമായി നല്ല പരിചയം വേണം. ഇത് പിശാചിൽ നിന്നാണോ എങ്കിൽ അതിനെ ശാസിക്കണം. പിശാചിൽ നിന്ന് വരുന്ന വേദനകൾ ഏറ്റൊടുവിൽ മനുഷ്യനെ കൊണ്ടെത്തിക്കുന്നത് ആത്മഹത്യയിലോ വൻ പരാജയത്തിലാണ്. എന്നാൽ ദൈവം അനുവദിക്കുന്ന വേദനകൾ നമ്മെ എത്തിക്കുന്നത് വിജയത്തിൽ നിന്ന് വിജയത്തിലേക്കാണ്. യെശയ്യാവ് 53 വായിക്കുമ്പോൾ ദൈവം അവനെ കഷ്ടത വരുത്തി. പിതാവാം ദൈവം പുത്രനെ കഷ്ടത അനുവദിച്ചു. എന്തിനാണ്? അവനെ തകർത്ത് കളയാൻ ദൈവത്തിന് ഇഷ്ടം തോന്നി. എന്തിനാണ്? നമ്മൾ ദൈവമക്കളായി തീരണമെങ്കിൽ നമുക്ക് വേണ്ടി ഒരുവൻ ക്രൂശിൽ മരിക്കണം. അതുകൊണ്ട് ദൈവം യേശുവിനെ ക്രൂശിൽ കൈവിട്ടു. ഏലി ഏലി ലമ ശബക്താനി, എൻ്റെ ദൈവമേ നീ കൈവിട്ടത് എന്ത് എന്ന് സങ്കീർത്തനക്കാരനിലൂടെ പറഞ്ഞ പ്രവചനത്തിൻ്റെ നിവർത്തി യേശു ക്രൂശിൽ പൂർത്തിയാക്കി. അതൊരു വലിയ വേദനയാണ്. നമ്മുടെ സൗഖ്യത്തിൻ്റെ പുറകിൽ ഒരു വേദനയുണ്ട്. അത് യേശു ക്രൂശിൽ അനുഭവിച്ച അടിപ്പിണരാൽ ലഭിച്ച സൗഖ്യങ്ങളാണ്. ഏത് നന്മയുടെ പുറകിലും ഒരു വേദനയുണ്ട്. ഒരു നല്ല വീട് കാണുമ്പോൾ അറിയാം ആ വീടുണ്ടാക്കിയ മനുഷ്യൻ അതിൻ്റെ പുറകിൽ ഒത്തിരി കഷ്ടം സഹിച്ചിട്ടുണ്ട്. ഏത് ഭംഗിയുടെ പുറകിലും ഏത് മനോഹാരിതയുടെ പുറകിലും ഒരു വലിയ വേദനയുണ്ട്. അപ്പോൾ രക്ഷിക്കപ്പെട്ട സഭ ഇന്ന് ഭൂമിയിലുണ്ടെങ്കിൽ അതിൻ്റെ പുറകിൽ വില മുടക്കിയ ഒരു യേശു കർത്താവ് നമുക്കുണ്ട്, ഒരു സ്വർഗസ്ഥനായ പിതാവ് നമുക്കുണ്ട്. അപ്പോൾ ഏത് നന്മയുടെയും പുറകിൽ നാം അനുഭവിക്കുന്ന ചില തിന്മകളെ അതിനെ നാം തള്ളിപ്പറയരുത്. ദൈവം എന്തുകൊണ്ട് അങ്ങനെ അനുവദിച്ചു എന്ന് ചോദ്യം ചെയ്യരുത്. ഇന്ന് ചില പ്രയാസങ്ങളെ ശാസിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും ഉപവസിച്ചിട്ടും മാറുന്നില്ലെങ്കിൽ
അതൊരു ബ്ലെസ്സിങ് ആയി മാറാൻ പോകുന്നു എന്ന് ഞാൻ നിങ്ങളോടൊരു ദൂതായി പറയുകയാണ്. അത് നന്മയായി തീരും. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയായി കൂടെ വ്യാപരിക്കും. എല്ലാവർക്കും എല്ലാം നന്മയായി തീരുമെന്ന് ഞാൻ പറയുന്നില്ല. ചിലർക്ക് വരുന്ന തിന്മ അവരുടെ നാശമാണ്. ചില കുടുംബങ്ങളിൽ വരുന്ന വിഷയങ്ങൾ അവർ കുടുംബമായിട്ട് ആത്മഹത്യ ചെയ്യുന്നു. ചില വീടുകളിൽ വരുന്ന വിഷയങ്ങളിൽ കൊലപാതകങ്ങളിൽ അവസാനിക്കുന്നു. കാരണം അത് ദൈവത്തിൽ നിന്നല്ല, അറുപ്പാനും മുടിപ്പാനും കൊല്ലാനും വരുന്ന പിശാച് കൊണ്ടുവന്ന ഒരു വൻ ചതിക്കുഴിയാണ് ആ തിന്മ. എന്നാൽ ദൈവമക്കൾക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് വരുന്നതെല്ലാം നന്മയായി മാറുമെന്ന് വേദപുസ്തകത്തിലൂടെ നമുക്ക് കാണാൻ കഴിയും. 2 കൊരിന്ത്യർ 8:2 ഇങ്ങനെയാണ്: കഷ്ടത എന്ന കഠിന ശോധനയിൽ ആയിരുന്നിട്ടും അവരുടെ സന്തോഷ സമൃദ്ധി മഹാദാരിദ്ര്യവും ധാരാളം ഔദാര്യവും കാണിപ്പാൻ കാരണമായി തീർന്നു. സന്തോഷ സമൃദ്ധിയും മഹാദാരിദ്ര്യവും. മഹാദാരിദ്ര്യമെന്ന കഠിന ശോധനയിൽ അവർക്ക് സന്തോഷ സമൃദ്ധി ഉണ്ടായെന്ന്. അതെങ്ങനെയുണ്ടായി? അവർ ദൈവമക്കളായിരുന്നു. മഹാദാരിദ്ര്യത്തിലാണ്, എന്നാൽ അവരിൽ മഹാസന്തോഷമുണ്ടായി. ഈ മഹാദാരിദ്ര്യത്തിലൂടെ പോകുമ്പോൾ അവർക്കറിയാം കർത്താവ് ഇതെല്ലാം നന്മയാക്കി മാറ്റും. എന്നും ഈ തിന്മ തുടരുകയില്ല. മഹാദാരിദ്ര്യമെന്ന് പറയുന്നത് ആർക്കും ചിന്തിക്കാൻ കഴിയുന്നതല്ല. മഹാദാരിദ്ര്യം, അതിൻ്റെ അർത്ഥം വസ്ത്രമില്ല, ഭക്ഷണമില്ല, കിടപ്പാടമില്ല, ജീവിത മാർഗങ്ങളൊന്നുമില്ല, ഏറ്റവും വളരെയധികം കഷ്ടപ്പെടുന്നു. ദാരിദ്ര്യമെന്നല്ല പറയുന്നത്, അവിടെ കൊടുത്ത വാക്ക് മഹാദാരിദ്ര്യം. അവരെന്ത് ചെയ്തു? ആ മഹാദാരിദ്ര്യത്തിൽ ധാരാളം ഔദാര്യം കാണിപ്പാൻ കാരണമായെന്ന്. കാരണം അവർക്ക് സന്തോഷ സമൃദ്ധി മഹാദാരിദ്ര്യത്തെ വെല്ലുന്നതായിരുന്നു. അതായത് നമ്മുടെ ജീവിതത്തിലുള്ള വലിയ വേദനകളെ വെല്ലുന്ന മഹാസന്തോഷം ഈ ദൈവവചനം കേൾക്കുമ്പോഴാണ് നമുക്കുണ്ടാകുന്നത്. മഹാദാരിദ്ര്യം ഉള്ളപ്പോൾ തന്നെ സന്തോഷ സമൃദ്ധിയെ നമ്മൾ വലുതാക്കണം. അതായത് നാളെയെക്കുറിച്ച് നമുക്ക്, ഇന്നാണ് മഹാദാരിദ്ര്യമെങ്കിൽ എനിക്ക് നല്ലൊരു നാളെയുണ്ട്. എൻ്റെ കർത്താവ് എൻ്റെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുവേശുവിൽ പൂർണ്ണമായും തീർത്തു തരും. അതാണ് നമ്മുടെ സന്തോഷം. എൻ്റെ യേശു എൻ്റെ ബുദ്ധിമുട്ട് മുഴുവനും, അതാണ് ഫിലിപ്പിയർ 4:19 തൻ്റെ ധനത്തിനൊത്തവണ്ണം മഹത്വത്തോടെ, അതായത് 10 പേര് അറിയും, ദേശം അറിയും, എൻ്റെ ബുദ്ധിമുട്ട് മാറുന്നത് ദേശക്കാരറിയും. ഞാൻ ഈ മഹാദാരിദ്ര്യത്തിലൂടെ കടന്നു പോകുന്നത് കണ്ടവർ തന്നെ എൻ്റെ മഹാസമൃദ്ധിയും കാണുവാൻ ഇടയായി തീരും. എത്ര പേരതിന്ന് വിശ്വസിക്കുന്നു? നിങ്ങളുടെ ഏറ്റവും വലിയ തകർച്ചകൾ കണ്ടവർ, നിങ്ങളുടെ കുടുംബത്തിൻ്റെ ഇന്നത്തെ ക്ഷീണങ്ങൾ കണ്ടവർ, നിങ്ങളുടെ കുടുംബത്തിൻ്റെ ഇന്നത്തെ വീഴ്ചകൾ കണ്ടവർ, നിങ്ങളുടെ കുടുംബത്തിലെ ഇന്നത്തെ പുരോഗമനമില്ലായ്മകൾ കണ്ടവർ തന്നെ നിങ്ങളുടെ കുടുംബത്തിൻ്റെ ഉയർച്ചകൾ കാണാൻ ദൈവം ഒരു സമയം വെച്ചിട്ടുണ്ട്. ഇതെങ്ങനെ അറിയാം? വിശ്വാസത്താൽ അറിയാം. എങ്ങനെ അറിയാം? നമുക്ക് വാഗ്ദത്തങ്ങളുണ്ട്. എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കുമെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ജീവിതത്തിൽ ഇന്ന് അനുഭവിക്കുന്ന വേദനകളിൽ മഹാസന്തോഷം നമ്മൾ അനുഭവിക്കണമെന്നും ദൈവം നമുക്ക് വേണ്ടി വെച്ചിരിക്കുന്ന ഒരു വ്യവസ്ഥയാണ്. അതായത് എല്ലാം ശരിയായിട്ട് സന്തോഷിക്കാനല്ല, മഹാദാരിദ്ര്യത്തിൽ തന്നെ നമ്മുടെ സന്തോഷ സമൃദ്ധിയെ പുറത്തെടുക്കണം. എല്ലാം റെഡിയായിട്ട്, എല്ലാ കാര്യങ്ങളും ശരിയായിട്ട് സന്തോഷിക്കാനാണെങ്കിൽ ഈ ആയുസ്സിൽ നമുക്ക് സന്തോഷിക്കാൻ കഴിയില്ല. എന്നാൽ ഇവിടെ നമ്മൾ വായിച്ചത് കഷ്ടത എന്ന കഠിന ശോധനയിലായിരുന്നിട്ടും, കഠിന ശോധന, ചെറിയ ശോധനകളല്ല, കഷ്ടത എന്ന കഠിന ശോധനയിലായിരുന്നിട്ടും അവരുടെ സന്തോഷ സമൃദ്ധിയും മഹാദാരിദ്ര്യവും ധാരാളം ഔദാര്യവും കാണിപ്പാൻ കാരണമായി. ഈ മഹാദാരിദ്ര്യത്തിൻ്റെ നടുവിലാണ് അവർ കൂടുതൽ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി കൊടുത്തത്. കർത്താവിന് വേണ്ടി കൂടുതൽ പ്രവർത്തിച്ചത്
ഇവരുടെ കഷ്ടതകളുടെ കഠിന ശോധനയുടെ നടുവിലാണ്. ഈ സത്യം അറിയണം, ഇതൊരു സൂപ്പർ നാച്ചുറലാണ്. ഇന്ന് നമ്മൾ പറയും, കർത്താവേ, നീ എൻ്റെ അവസ്ഥകളെ എല്ലാം മാറ്റിക്കഴിയുമ്പോൾ ഞാൻ നിന്റെ നാമത്തിൽ ചെലവിടുകയും അനേക പാവപ്പെട്ടവർക്ക് വലിയൊരു അനുഗ്രഹമാകുകയും ചെയ്യും. അല്ല, വേദപുസ്തകത്തിൽ പറയുന്നു, അവരുടെ കഷ്ടതയുടെ കഠിന ശോധനയിൽ, മഹാദാരിദ്ര്യത്തിൻ്റെ നടുവിൽ അവർ മഹാസന്തോഷമുള്ളവരായിരുന്നതുകൊണ്ട് അവർക്ക് മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ, നന്മകൾ പകർന്നു കൊടുക്കാൻ അവർക്ക് ആ സമയത്ത് കഴിഞ്ഞു. അവരുടെ ജീവിതത്തിൽ എല്ലാം ശരിയായിട്ടല്ല, അവരുടെ പ്രശ്നത്തിൻ്റെ ഏറ്റവും നടുവിലാണ് അവർ ഏറ്റവും കൂടുതൽ ശോഭിച്ചത് എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ഇത് ഗ്രഹിക്കാൻ പാടുള്ള വിഷയമൊന്നുമല്ല. ഇത് വളരെ ശ്രദ്ധിച്ചാൽ ഒറ്റവാക്കി പറയെ, ഏറ്റവും പ്രശ്നത്തിൻ്റെ നടുവിലാണ് അവർ മറ്റുള്ളവർക്ക് ഏറ്റവും പ്രയോജനപ്പെട്ടതെന്ന്. അവർ ദാരിദ്ര്യത്തിൽ നിറഞ്ഞു നിന്നപ്പോൾ 10 പേർക്ക് പട്ടിണി മാറ്റുന്നവരായിരുന്നെന്ന്. അവർ ഏറ്റവും വേദനയിലൂടെ പോയപ്പോഴാണ് ഏറ്റവും വേദനിക്കുന്ന കുറേ പേരെ സഹായിച്ചതെന്ന്. ആയിരങ്ങളുടെ വേദന അവർ മാറ്റിയത് ഇവരുടെ വേദന തുടരുമ്പോഴായിരുന്നെന്ന്. ഈ സത്യങ്ങൾ ദൈവമക്കൾ അറിയണം. ഇത് ദൈവം തരുന്ന കൃപയാണ്. അപ്പോൾ പൗലോസ് കൊരിന്ത്യ സഭയെക്കുറിച്ച് പറയുകയാണ്, അവർ അസാധാരണമായ പ്രാപ്തിയുള്ളവരായിരുന്നു. ദൈവം കൊടുക്കുന്ന പ്രാപ്തിയെക്കുറിച്ചാണ് കൊരിന്ത്യ ലേഖനത്തിൽ കാണുന്നത്. ദൈവത്തിൻ്റെ പ്രാപ്തി അവരുടെ മേൽ വന്നു. യേശു ഈ ഭൂമിയിലായിരുന്നപ്പോൾ കഷ്ടതയെന്ന മഹാശോധനയിൽ മറ്റുള്ളവർക്ക് ധാരാളം കൃപ കാണിച്ചു. യേശുവിന് വിശന്നിട്ട് കഴിക്കാൻ ഭക്ഷണമില്ലാതിരുന്നപ്പോഴും യേശു അടുക്കൽ വന്നവർക്ക് ധാരാളം കൃപ കൊടുത്തു. പുരുഷാരം 3 ദിവസമായിട്ട് ഒന്നും കഴിച്ചിട്ടില്ല, യേശുവും കഴിച്ചിട്ടില്ല, ശിഷ്യന്മാരും കഴിച്ചിട്ടില്ല. പുരുഷാരം 3 ദിവസമായിട്ട് കഴിച്ചിട്ടില്ല എന്നുള്ളതല്ല വിഷയം, അവർ കഴിച്ചു കാണും. യേശു 3 ദിവസമായിട്ട് ഒന്നും കഴിച്ചിട്ടില്ല. എന്നാൽ യേശു എല്ലാവർക്കും തിന്ന് തൃപ്തരാകാൻ വേണ്ടിയുള്ള അത്ഭുതം അവിടെ പ്രവർത്തിക്കുന്നു, അല്ലേ? അതായത് മറ്റുള്ളവരുടെ സംതൃപ്തി നമ്മുടെ സംതൃപ്തിയായിട്ട് വരുമ്പോഴാണ് ദൈവരാജ്യം വളരുന്നത്. അത് യേശുവിൻ്റെ സ്വഭാവമാണ്. മറ്റുള്ളവരുടെ മുഖം ഒന്ന് ശോഭിക്കുമ്പോളം, മറ്റുള്ളവരുടെ കണ്ണുനീരൊന്ന് തുടയ്ക്കപ്പെടുവോളം ഒന്ന് അധ്വാനിക്കുവാൻ ഇനിയുള്ള നാളുകളിൽ ദൈവസഭയ്ക്ക് കഴിഞ്ഞാൽ, നമ്മുടെ ജീവിതം കൊണ്ട് ആയിരങ്ങൾക്ക് വിടുതലുണ്ടായാൽ നമ്മുടെ പ്രതിഫലം സ്വർഗത്തിൽ എത്ര വലുതാണ്. മാത്രമല്ല, കഷ്ടതയെന്ന മഹാശോധനയുടെ നടുവിൽ വലിയ തീരുമാനമെടുക്കണം. എടാ പിശാചേ, നീ ഉദ്ദേശിച്ചത് ഈ കഷ്ടതയിലൂടെ എന്നെ കയറ്റി ഇറക്കി എന്നെ തകർത്ത് കളയാനല്ലേ? ഈ സമയത്തായിരിക്കും ഞാൻ ഏറ്റവും കൂടുതൽ ദൈവത്തിന് വേണ്ടി ഫലം കായ്ക്കുന്നത്. ഈ സമയത്തായിരിക്കും ഞാൻ ഏറ്റവും കൂടുതൽ കൊടുക്കുന്നത്. ഈ സമയത്തായിരിക്കും ഞാൻ ഏറ്റവും കൂടുതൽ യേശുവിനായിട്ട് ശോഭിക്കുന്നത്. അങ്ങനെ പിശാചിൻ്റെ കണക്കൂട്ടലുകളെ തെറ്റിക്കുന്ന ശക്തന്മാർ ഇന്ന് ഈ വചനം കേട്ട് പുറത്തു വരണം. വേദനകളെ അനുഗ്രഹമാക്കി, നമ്മുടെ പ്രതിഫലങ്ങളാക്കി, നമ്മുടെ നന്മകളാക്കി മാറ്റാൻ നമുക്ക് കഴിയും. നമുക്ക് വിശ്വസിക്കാം. നമ്മുടെ പിതാക്കന്മാരങ്ങനെയായിരുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവേ, ഈ വചനങ്ങൾ വിശ്വാസയോഗ്യമാണ്. ഈ കേൾക്കുന്ന വചനങ്ങൾ ഈ മക്കൾക്ക് അതൊരു പ്രായോഗികമാകണം. പ്രശ്നത്തിൻ്റെ നടുവിൽ 10 പേർക്ക് ഗുണം ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യാൻ ഈ ദൈവവചനങ്ങൾ കാരണമാകണം. ഒന്നും ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയാത്തപ്പോൾ അങ്ങയ്ക്ക് വേണ്ടി കാര്യമായി ചെയ്യുന്ന ഒരു മനസ്ഥിതിയെ വളർത്തിയെടുപ്പാൻ ഓരോ പ്രിയപ്പെട്ടവരെ അങ്ങ് പ്രാപ്തരാക്കണമേ. കഷ്ടതയെന്ന കഠിന ശോധനയിലൂടെ കടന്നു പോകുന്ന ഓരോ വ്യക്തികളും ശക്തരും അമാനുഷികമായി ദൈവത്തിനു വേണ്ടി പ്രയോജനപ്പെടുന്നവരുമായി തീരണമേ എന്ന് അപേക്ഷിക്കുന്നു. ഇന്നത്തെ ദിവസം ഈ മക്കൾക്ക് വിടുതലാകണം, അത്ഭുതമാകണം. യേശുവിൻ നാമത്തിൽ ആമേൻ. ഞാൻ ഈ വചനങ്ങളെ വിശ്വസിക്കുന്നു. നമ്മുടെ ഏറ്റവും ഇല്ലായ്മകളിൽ ഏറ്റവും കൂടുതൽ മറ്റുള്ളവർക്ക് വേണ്ടി പ്രയോജനപ്പെടാം, കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടാം. നമ്മൾ ശൂന്യരായിരിക്കുമ്പോൾ ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുന്ന ദൈവത്തിന് വേണ്ടി
ഭംഗിയായി നമുക്ക് ഫലം കായ്ക്കാം. കർത്താവ് സഹായിക്കട്ടെ. ഇന്ന് നമുക്ക് സഭയിൽ വെച്ച് പ്രൈസ് ജനറേഷൻ ചർച്ചിൽ ആലപ്പുഴയിൽ വെച്ച് അനുഗ്രഹിക്കപ്പെട്ടൊരു ഉപവാസ പ്രാർത്ഥന 10:30 നിങ്ങൾ കടന്നു വരാൻ കഴിയുന്നവരെല്ലാം വരിക. കർത്താവിൽ ബലപ്പെടാം. വ്യക്തിപരമായി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഞാൻ അവിടെ ഉണ്ടായിരിക്കുന്നതാണ്. ഗോഡ് ബ്ലെസ് യു.